ഇസ്ലാം പേടി ചെറുപ്പം നിലപാട് പറയുന്നു എന്ന പേരിൽ കേരള സംസ്ഥാനത്തിന്റെ പൊതുമണ്ഡലത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവനും നിരന്തരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും മനനങ്ങൾക്കും നിരൂപണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമും ഇസ്ലാമിന്റെ അടയാളങ്ങളും. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ അടയാളങ്ങളെയും കുറിച്ച് അന്താരാഷ്ട്ര രംഗത്ത് ലോകത്തിന്റെ അധികാരം കയ്യിലുള്ള അധികാര ശക്തികളും ആ അധികാര ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള ലോകത്തിന്റെ വാർത്താ വിനിമയ സംവിധാനങ്ങളും ആ അധികാര ശക്തികളോട് അരുനിന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തികളും ഇസ്ലാം എന്നത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഭീകരമായ മനുഷ്യ നാഗരികതയുടെ ശത്രുവായ മനുഷ്യന്റെ ഭൂമിയിലെ സ്വച്ഛ സുന്ദര സമാധാനപൂർണമായ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന മാരകമായ വിപത്താണ് എന്ന രീതിയിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദവും ഭീകരവാദത്തെക്കുറിച്ചുള്ള അത്തരം ചർച്ചയും കൊഴുപ്പിക്കുവാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിന്റെ സാങ്കേതിക പദാവലികളെ ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിനെ തന്നെയും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയും, ഇന്ന് ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇസ്ലാമിക് സ്റ്റേറ്റ് IS എന്നും പറയുന്ന ദാഇഷ് അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടാളത്തരങ്ങൾ, പച്ച മനുഷ്യരെ അരുങ്കൊല ചെയ്യുന്ന, ദശലക്ഷക്കണക്കിന് നിസ്സഹായരായ പതിതരായ പാവപ്പെട്ട മനുഷ്യനെ സ്വന്തം ജീവിതത്തിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളാക്കി രാജ്യം വിടാൻ നിർബന്ധിക്കുന്ന, ആയിരങ്ങളെ അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദുശക്തിയും അതിന്റെയുമൊക്കെ പേരും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദാവലികളും ഇസ്ലാമിൻ്റെതാണ് എന്നതാണ്. മുസ്ലിം സമൂഹത്തോട്, മുസ്ലിം ജനസാമാന്യത്തോടും ലോകത്തുള്ള മനുഷ്യ സമൂഹത്തോടും അള്ളാഹുവിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ലോകത്തെ സയോണിസവും ലോകത്തെ സാമ്രാജ്യത്വവും രണ്ടു തരം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് ആരാധനാ മൂലകളിൽ ഒതുങ്ങുന്ന ആത്മീയമായ ജീവിത മേഖലകളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിനെ കുറിച്ചാണ്. മറ്റൊന്ന് പള്ളിക്ക് പുറത്തേക്ക്, മനുഷ്യന്റെ ജീവിത സ്ഥലികളിലേക്ക്, മനുഷ്യന്റെ അന്നത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, വിമോചനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, സാമൂഹിക മണ്ഡലങ്ങളിൽ ഇടപെടുന്ന ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിനെ രണ്ടാക്കി തിരിക്കുകയും ഒന്ന് അപകടകാരിയായ ഇസ്ലാമും മറ്റൊന്ന് അപകടരഹിതമായ ഇസ്ലാം എന്നുമുള്ള വിവേചനം എന്ന വിശദീകരണം സിയോണിസ്റ്റുകളും സാമ്രാജ്യത്വത്തിന്റെയും ഫാഷിസത്തിന്റെയും ഏജന്റുമാരും അവരുടെ മാധ്യമ വിശാരദന്മാരും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പേടി എന്നത് ഇസ്ലാമിനെ കുറിച്ച് അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന ഒരു പൊതുബോധം,
ലോകത്തിന്റെ സാമാന്യ ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുക എന്ന വലിയ ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാനിലെ ഗോത്രവർഗം അവിടെ ആധിപത്യത്തിലെടുക്കുകയും പിന്നീട് നിഷ്കാസിതരാവുകയും ചെയ്യുന്ന താലിബാൻ ചെയ്യുന്നതെല്ലാം ഇസ്ലാമിന്റെ തലയിലാണ്. IS ചെയ്യുന്നതെല്ലാം ഇസ്ലാമിന്റെ തലയിലാണ്. ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് താലിബാനിന്റെയും ISന്റെയും ഒക്കെ പിന്നിലുള്ളത് ആരാണ് എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു? എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ ദീനിനെ, ഇസ്ലാമിന്റെ പേര് തന്നെ സമാധാനമെന്നും ദൈവത്തിനുള്ള സമർപ്പണമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിലേക്ക്, മനുഷ്യന്റെ മുമ്പിലേക്ക് വെക്കുന്ന ഒന്നാമത്തെ വർത്തമാനം സലാം എന്നതാണ് എങ്കിൽ, അസ്സലാമു അലൈക്കും എന്ന സമാധാനത്തിന്റെ, ശാന്തിയുടെ ആശംസാ വചനങ്ങളുമായിട്ടാണ് ഒരു മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ, മുസ്ലിമിന്റെ ആരാധന അനന്തരം മുസ്ലിം എഴുന്നേറ്റിരുന്നു പറയുന്ന വർത്തമാനം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖൽനാ ദാറസ്സലാം. സമാധാനത്തെക്കുറിച്ച് തമ്പുരാനെ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്, ഞങ്ങളെ സമാധാനത്തോടുകൂടി ജീവിപ്പിക്കണേ, സമാധാനത്തിന്റെ ഗേഹത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് ഒരു വിശ്വാസിയുടെ വിശ്വാസം നിരന്തരം ഒരു മുസ്ലിമിനെ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സലാം എന്നത്, ശാന്തി എന്നത്, സമാധാനം എന്നത് ഇസ്ലാമിന്റെ മൗലിക ഭാവമാക്കി നിലനിർത്തിയിരിക്കെ സമാധാനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് ലോകം മുഴുവൻ നടന്നത് എന്നും അറിഞ്ഞിരിക്കെ, വിശുദ്ധ കഅബ ശരീഫിന്റെ നിർമ്മാണം, ആ കഅബ ശരീഫിന്റെ നിർമ്മാണത്തെ തുടർന്ന് ഭൂമിയിലെ ആദ്യത്തെ അല്ലാഹുവിന്റെ മസ്ജിദിന്റെ പുനർനിർമ്മാണം നിർവഹിച്ചതിന് ശേഷം മനുഷ്യവർഗത്തിന്റെ പിതാവ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ആരാധനാ മന്ദിരം പടുത്തുയർത്തിയിട്ട് പ്രവാചകൻ തിരുമേനിയുടെ പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, തമ്പുരാനെ ഈ രാജ്യത്തെ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ റബ്ബേ എന്നതാണ്. നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ എന്നത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് എങ്കിൽ, ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി ജനസമൂഹത്തെ ശിഥിലമാക്കി, ജനസമൂഹത്തെ വംശീയമായി വേർതിരിച്ച് ഒരു വിഭാഗത്തെ അരുങ്കൊല ചെയ്തും മറുവിഭാഗത്തെ പ്രീണിപ്പിച്ചും രാജ്യത്ത് സ്വേച്ഛാധിപത്യത്തിന്റെ അഹങ്കാരത്തിന്റെ മുദ്രകൾ ചെലുത്തിയപ്പോൾ, ഈജിപ്തിലെമ്പാടും തെരുവുകളിൽ അശാന്തി വിതർന്നപ്പോൾ, മനുഷ്യൻ സമാധാനമില്ലാതെ നട്ടം തിരിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശത്ത് നിന്ന്, അല്ലാഹുവിങ്കൽ നിന്ന് വഹയിന്റെ പൊൻവെളിച്ചവുമായ ഒരു പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് എത്തിയത് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർള് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വരിസീൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ നാഗരികതയുടെ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ ഒരിടത്ത് വെച്ച് 56 ഇഞ്ച് നെഞ്ചളവിന്റെ വീരസ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആടയാഭരണങ്ങളുടെ ഗംഭീര്യവുമായിട്ട് അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈജിപ്തിന്റെ രാജാധികാരം എനിക്കല്ലേ, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം എനിക്കല്ലേ എന്ന ഫിർഔനിയത്തിന്റെ അഹങ്കാരത്തിന്റെ അധികാരം, ആ അധികാര ഗർവിന്റെ മുമ്പിൽ മനുഷ്യന്റെ വിമോചനത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെതുമായ മനുഷ്യ മക്കൾക്ക് ഭൂമിയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന്
ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത് അല്ലാഹുവാണ് എങ്കിൽ, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വഹ്യ് നൽകി പറഞ്ഞയച്ചത് പ്രവാചകനെയാണ് എങ്കിൽ, യെരൂശലേമിലെ ആരാധനാ മേഖലകളിൽ കള്ളപ്പണത്തിന്റെയും ചൂതാട്ടത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ആളുകളെ അരുങ്കൊല ചെയ്യുന്നതിന്റെയും സീസറിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ദുർഭരണത്തിന്റെ യെരൂശലേം തെരുവുകളിൽ വിമോചനത്തിന്റെ വിപ്ലവാഹ്വാനവുമായി കടന്നു വന്ന ഒരു ചെറുപ്പത്തിന്റെ പേരായിരുന്നു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എങ്കിൽ, മഹാനായ യേശു പ്രവാചകൻ എങ്കിൽ, ജനജീവിതത്തെ പങ്കിട്ടെടുത്തു ഭോഗിച്ചുകൊണ്ടിരുന്ന ധിക്കാരികളായ സീസറിയൻ ഭരണാധികാരവും മതത്തിന്റെ മേലങ്കിയിട്ടും മനുഷ്യന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തികളായി നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന വ്യാജ പൗരോഹിത്യത്തിന്റെ മതവാണിഭത്തിന്റെയും മുമ്പിൽ മനുഷ്യന് വേണ്ടി മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിച്ചതായിരുന്നു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എങ്കിൽ, കലാപകലുഷിതമായ മക്കയുടെ അശാന്തമായ തെരുവുകളിൽ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാരകമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ചുട്ടുപഴിപ്പിച്ച് ഉലയിൽ വെച്ച് കാച്ചിപ്പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടെടുത്ത് പച്ചമുതുകിൽ വെച്ച് പൊള്ളിച്ചിട്ട് വാരിയല്ലോളം മാംസം കരിഞ്ഞുപോയ വേദനയിൽ വെപ്രാളത്തിൽ കരച്ചിലിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഓടിച്ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കടുത്ത പീഡന പർവ്വത്തിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി താങ്കളൊന്ന് ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, സഹോദരാ, മനുഷ്യന്റെ ഭൂമിയിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കുവാൻ വരുന്ന ഒരു കാലം പണിയുവാൻ വേണ്ടി വന്ന ആളുകൾ, അവരിൽ ചിലരെ ഭൂമിയിൽ കുഴികുഴിച്ചിറക്കി നിർത്തിയിട്ട് തലയിൽ നെറുകയിൽ ഈർച്ചവാൾ അറുത്ത കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മരങ്ങളിൽ, റോഹിംഗ്യയിലെ മരക്കൊമ്പുകളിൽ ആണിയടിച്ച് പച്ച മനുഷ്യനെ കെട്ടിത്തൂക്കിയിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മാംസം വാർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പിഞ്ചു പൈതങ്ങളെ തെരുവിലിട്ട് ഷോക്കടിപ്പിച്ച് അവരുടെ വാവിട്ട പ്രാണഭയം കൊണ്ടുള്ള കരച്ചിലിൽ ഉന്മാദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പെൺമക്കളെ കൺമുമ്പിലിട്ട്, ഉമ്മയുടെ കൺമുമ്പിലിട്ട് മാരകമായി ബലാത്കാരം ചെയ്ത് കൊന്ന് യുകാലുകളിൽ പിടിച്ച് വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോൾ, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വിശുദ്ധ ഖുർആൻ എല്ലാവരും തെറ്റും ചെയ്തില്ല, ഇതിൽ വിശ്വസിച്ചു പോയതാണ് എന്ന് പറയുമ്പോൾ, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കലാപകലുഷിതമായ രക്തരൂക്ഷിതമായ ഒരു കാലത്തിന്റെ മുമ്പിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് അനുചരനോട് പറഞ്ഞത്, ഒരു കാലം വരും. ഏതാ കാലം? സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു കാലം. ഏതാ കാലം? അറേബ്യ ഉപദ്വീപിന്റെ രണ്ടറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു മനുഷ്യനും ഒരാളെയും ഭയക്കാനില്ലാത്ത വിധം ശാന്തസുന്ദരമായ സമാധാനപൂർണമായ ഒരു നാട് വരും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ഒരു കാലം വരും ഖബ്ബാബേ, ഒരു കാലം വരും. ഹത്താ യസീറ الراكب من صنعاء إلى حضرموت لا يخافون إلا الله والذئب على غنمه. ആടിനെ പിടിക്കുന്ന തിരിച്ചറിവില്ലാത്ത ചെന്നായയും പിന്നെ അല്ലാഹുവിനെയുമല്ലാതെ മറ്റൊന്നിനെയും ഭയക്കാനില്ലാത്ത വിധം മനുഷ്യന് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുവാനുള്ളൊരു കാലം വരും. വലാകിന്നകും തസ്തഅ്ജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രതിനിധീകരിച്ച സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച ഒരു ദർശനത്തെ, ഒരാശയത്തെ,
ഒരു ഇസ്ലാമിനെ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീമ ഫലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മതം എന്ന് പറയുന്നതിന്റെ ഉള്ളടക്കം, എന്റെ വിശ്വാസത്തിന്റെ ചൈതന്യം എന്റെ ഹൃദയത്തിൽ നുരയിടുന്നതിന്റെ അടയാളം ഏതാ സുഹൃത്തേ? ദീനിനെ കളവാക്കിയവനെ നീ കണ്ടോ എന്ന് പ്രവാചകനോട് അല്ലാഹു ചോദിക്കുമ്പോൾ, മതത്തെ കളവാക്കിയവൻ നാട്ടിൽ നിസ്സഹായരായ പതിതരായ പാവപ്പെട്ട മനുഷ്യമക്കളെ, അനാഥ മക്കളെ ചേർത്തു നിർത്താത്തവൻ മതനിഷേധി എന്ന് പറയുമ്പോൾ, അഗതികളായ പട്ടിണി പാവങ്ങളുടെ അന്നത്തിന് വേണ്ടി പണിയെടുക്കാത്തവൻ മതനിഷേധി എന്ന് പറയുമ്പോൾ, അനാഥത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മുമ്പിൽ ജാതിയും മതവും നല്ല മനുഷ്യനെ നോക്കിയ മാനവികതയെ കുറിച്ച് സംസാരിച്ച ഒരു ദർശനത്തിന് അല്ല, അറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും ഭേദമേതുമില്ല എന്ന് പറഞ്ഞ് മുഴുവൻ മനുഷ്യനെയും ഒന്നായി ചേർത്ത് നിർത്തി മനുഷ്യന്റെ ഇടയിലെ മുഴുവൻ വിവേചനങ്ങളെയും ഉന്മൂലനം ചെയ്ത മാനവികതയുടെ പക്ഷത്ത് നിന്ന് മനുഷ്യന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദർശനത്തെയാണ്, ഒരാദർശത്തെയാണ് ഭീകരതയുടെ, തീവ്രവാദത്തിന്റെ, മനുഷ്യവിരുദ്ധതയുടെ, അക്രമത്തിന്റെ, കൊള്ളരുതായ്മയുടെ മേലങ്കി അണിയിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് തെറ്റായ വയന വായിച്ച, പ്രമാണങ്ങളെ അടർത്തി മാറ്റി തെറ്റായ വയന വായിച്ച് സാമ്രാജ്യത്വത്തിന്റെ കോടാലിക്കൈകളായി മാറിയ മുസ്ലിം സമൂഹത്തിലെ കുറച്ചാളുകൾക്കും അതിൽ പങ്കുണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ, ഇസ്ലാമിനെ മനുഷ്യവിരുദ്ധതയുടെ ലോകത്തിന്റെ മുമ്പിൽ ഇത് കൊള്ളില്ല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത ഇവർക്കുണ്ടാകുന്നു എന്നതിനെ കുറിച്ച് മൗലികമായി നാം ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാമിനെ ഈ ഭീകരവാദത്തിന്റെ പട്ടികയിൽ പെടുത്തിയ കാലവും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല എന്ന് കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. അങ്ങനെ പറയാനുള്ള കാരണം, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ, മുസ്ലിം സമൂഹത്തിലെ സാധാരണ ആളുകൾക്കറിയില്ല എങ്കിൽ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അദ്ദേഹം സാധിച്ച വിപ്ലവത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ സാർവജനീനതയെ കുറിച്ച്, ഇസ്ലാമിന്റെ സാർവജനീനതയെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ചൂഷണത്തിന്റെ ശക്തികൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർക്കറിയും ഈ മതം ഇത് കേവലം ഒരു മതമല്ല. ഇസ്ലാമിനെ എതിർക്കാൻ കാരണം ഇസ്ലാമിന്റെ ഉള്ളടക്കം തന്നെയാണ്. എന്താണ് ആ ഉള്ളടക്കം? ആ ഉള്ളടക്കത്തിൽ ഒന്നാമത്തത്, ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു മതമല്ല എന്നതാണ്. ഇസ്ലാം കേവലം ഒരു മതമല്ല. നാട്ടിൽ മതം എന്ന് വ്യവഹരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്ന മതസംജ്ഞകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇസ്ലാമിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല സുഹൃത്തുക്കളെ. എന്താ ഇവിടുത്തെ മതകാഴ്ചപ്പാട്? മതകാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് ആത്മീയമാണ്. മനുഷ്യന്റെ ആത്മീയ ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് മതം. നാട്ടിലുള്ള മതങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, ഘോഷയാത്രകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ വൈവിധ്യങ്ങളുണ്ട്. രാജ്യത്താരാധനാപരമായ, ആചാരപരമായ വൈവിധ്യങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ആ ആരാധനകളുടെ അപ്പുറത്തേക്ക്, ആ ആത്മീയതയുടെ പുറത്തേക്ക്, ആരാധനാലയങ്ങളുടെ പടിക്കെട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് മതം ഒതുങ്ങി നിൽക്കണമെന്ന് മതങ്ങളെ ഫ്രെയിം ചെയ്ത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സാമ്രാജ്യത്വം. അതിൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മതത്തെക്കുറിച്ച് അവരൊരു നിരീക്ഷണം നടത്തി. എങ്ങനെയാവണം മതം? അത് മനുഷ്യന്റെ സ്വകാര്യ ഇടപാടായി മാറണം. മനുഷ്യനും അവന്റെ ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ഇടപാടായി, ഒരു അനുഭൂതിയായി, ഒരു ആരാധനയായി മതം ഒതുങ്ങി നിൽക്കണം. അതിനപ്പുറത്തേക്ക്
മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, അവന്റെ കുടുംബ ജീവിതത്തിലേക്ക്, അവന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക്, അവന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക്, അവന്റെ കുടിവെള്ളത്തിലേക്ക്, അവന്റെ രാജ്യത്തിന്റെ പരിസ്ഥിതിയിലേക്ക്, അവന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക്, ജീവിത പ്രശ്നങ്ങളിലേക്ക് മതം ഇടപെടരുത്. അഥവാ മതം ഇടപെട്ടാൽ, സാമ്രാജ്യത്വം പഠിപ്പിച്ചു കൊടുത്തു, മതം അങ്ങനെ ഇടപെട്ടാൽ അത് മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദമായാൽ അത് മഹാ അപകടകരം. പാശ്ചാത്യൻ എന്നിട്ടൊരു ക്യാൻവാസ് വരച്ചു വെച്ചു. മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതവാദികൾ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആത്മീയ ആരാധനാ മേഖലകളിൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കുക. അവിടെ നിങ്ങൾ പല വൈവിധ്യങ്ങൾ കൊണ്ടുവരിക, അവിടെ നിങ്ങൾ തർക്കിക്കുക, അവിടെ നിങ്ങൾ വഴക്കിടുക, അവിടെ നിങ്ങൾ ക്ലിപ്പിംഗ് പ്രോഗ്രാമുകൾ നടത്തുക, അവിടെ നിങ്ങൾ വാഗ്വാവിളികൾ നടത്തുക, എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക. യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. മതം എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒതുങ്ങി നിൽക്കണം, അതിനപ്പുറത്തേക്ക് കടന്നു വരരുത്. പാശ്ചാത്യന്റെ ഭൗതിക ദർശനങ്ങൾ മതങ്ങൾക്ക് വരച്ചു കൊടുത്ത ഈ ക്യാൻവാസിലേക്ക് ലോകത്തെ എല്ലാ മതങ്ങളും ഒതുങ്ങിക്കൂടാൻ സമ്മതിച്ചു. വേദങ്ങളിൽ കൈകടത്തി, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ കൈകടത്തി. മതങ്ങളെ അങ്ങനെ ഒരു ക്യാൻവാസിൽ ഒതുക്കി വെക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ഒതുങ്ങിപ്പോയ മതങ്ങളെയും അങ്ങനെ ഒതുങ്ങിപ്പോയ മതവിശ്വാസങ്ങളെയും കുറിച്ച് ഒരു പരാതിയും ലോകത്തില്ല. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിന്റെ പ്രകൃതം, ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ ആരാധനകളുണ്ട്, ആത്മീയതയുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. പക്ഷെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആത്മീയതയും കൊണ്ട് ഇസ്ലാം പൂർണ്ണമാവുകയില്ല സുഹൃത്തുക്കളെ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമസ്കാരത്തിന് നിൽക്കുന്ന വിശ്വാസി ആരാധനാ വേളയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെടുക്കുന്ന പ്രതിജ്ഞയാണിത്. പ്രാരംഭ പ്രാർത്ഥന എന്തു പറയും നമ്മൾ? ഞാൻ നമസ്കാരത്തിന് കൈകെട്ടി ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും പോരാ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ് എന്റെ ജീവിതവും എന്റെ മരണവും. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്റെ നമസ്കാരം അല്ലാഹുവിന്, എന്റെ കച്ചവടം, എന്റെ നിസ്കാരം അല്ലാഹുവിന്, എന്റെ കച്ചവടം, എന്റെ രാഷ്ട്രീയം, എന്റെ കുടുംബജീവിതം, എന്റെ സാമൂഹിക ഇടപെടലുകൾ, അല്ലാഹുവിന് അതിൽ വല്ല റോളുമുണ്ടോ? ഉണ്ടോ റോൾ അല്ലാഹുവിന്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പഠിപ്പിച്ചു തന്നത്, ഒരു മനുഷ്യൻ അവന് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ള മുഴുവൻ ജീവിത മേഖലകളിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്ത് നൽകണം എന്നതാണ്. സഹോദര, നമസ്കരിച്ചാൽ പൂർണ്ണമാകുമോ? നമസ്കാരം എന്ന ആരാധന ഞാൻ നിർവഹിക്കും, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹുവിനെ പരിഗണിക്കണോ? വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ചേർത്തു പറഞ്ഞത് 27 28 സ്ഥലങ്ങളിൽ ചേർത്തു പറഞ്ഞത് സകാത്തിനെ കുറിച്ചാണ്. എന്താ ഈ സകാത്ത്? എന്റെ സമ്പത്തിനെ അല്ലാഹുവിന് വഴിപ്പെടുത്തലാണ്. എന്റെ സമ്പത്തിനെ അല്ലാഹുവിന് വഴിപ്പെടുത്തലാണ്. ഹലാലായി ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തെ അല്ലാഹുവിന് വഴിപ്പെടുത്തലാണ് സകാത്ത്. അതൊരു കണക്കും കയ്യുമുണ്ട് മുസ്ലിമിന്. എന്റെ വരുമാനത്തെ, എന്റെ സമ്പത്തിനെ കുറിച്ച് കൃത്യമായി അളന്ന് തൂക്കി മുറിച്ച് കണക്കാക്കി വെച്ച് അതിന്റെ നിശ്ചിതമായ വിഹിതം എത്തിയിട്ട്, പരിധി എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിശ്ചയിച്ച ഓഹരി എന്റെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യർക്കാണ് അത് കൊടുത്തു വീടാതെ ഫവൈലുൽ മുശ്രികീന അല്ലദീന ലാ യൂതൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ശുദ്ധ ഖുർആൻ. സകാത്ത് നിഷേധിച്ച മുശ്രിക്കുകൾക്ക് നാശം. എന്താ കാര്യം? സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്ക് നാശമെന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഞാൻ ആരാധനാപരമായി വഴിപ്പെടുക മാത്രം പോരാ, സാമ്പത്തികമായി വഴിപ്പെടണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
പള്ളിയിൽ പോയി നമസ്കരിക്കുന്നു. നമസ്കാരത്തിന്റെ മൂല്യമുണ്ടാവേണ്ടത് പള്ളിക്ക് പുറത്തിറങ്ങി ജീവിതത്തിൽ ജീവിക്കുമ്പോഴാണ്. മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും മുക്തനായിട്ട് സംശുദ്ധമായ ജീവിതം, നല്ല വാക്ക്, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവചര്യകൾ, നല്ല ഇടപാടുകൾ. ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോഴാണ് എന്റെ വൃദ്ധയായ മാതാവിനെ കണ്ടത്. മുറ്റത്തിരുന്ന് വാതുക്കലിരുന്നിട്ട് ചെവി കേൾക്കാതെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് കലിപ്പിളകി. തള്ളെ അകത്ത് പോയി കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് അവരെ അവഗണിച്ച് ആക്ഷേപിച്ച് ശകാരിയിട്ട് അകത്തേക്ക് പോകുന്ന മനുഷ്യൻ നേരത്തെ നമസ്കരിച്ചിട്ട് നമസ്കാരത്തിന്റെ മൂല്യം സ്വന്തം ഉമ്മാന്റെ മുഖത്തെ നോക്കി പറയാൻ ഇവന് വന്നില്ല എങ്കിൽ, നമസ്കാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മണ്ണഞ്ചേരിയിൽ അങ്ങാടിയിൽ അട തുറന്നു വെച്ചിട്ട് കടയിലെ സാധനങ്ങൾ വിൽക്കാനിരിക്കുമ്പോഴാണ് ആളുകളെ പറ്റിക്കുന്ന തട്ടിക്കുന്ന കരിഞ്ചന്തയുടെ പൂഴ്ത്തിവെപ്പിന്റെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കച്ചവടം മുസ്ലിം നടത്തിയാൽ, ആരാധനാലയങ്ങളിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കട തുറന്നിട്ട് കടയിൽ വരുന്ന സാമ്പത്തിക ഇടപാടുകൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ കൃത്രിമം കാണിക്കുകയും ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുകയും ചെയ്യുന്ന കച്ചവടത്തിന്റെ അഭിശക്തമായ കച്ചവടത്തെ നിരാകരിച്ചില്ലേ? അതുകൊണ്ടല്ലേ തെരുവിൽ നടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകളുടെ വലിയ പരാതി ഇതേതായി റസൂൽ? ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന റസൂൽ, അങ്ങാടിയിലൂടെ നടക്കുന്ന റസൂൽ, അങ്ങാടിയിലൂടെ നടന്നു ചെന്നിട്ട് കച്ചവടശാലയിലെ ധാന്യച്ചാക്കിന്റെ അകത്തേക്ക് കൈയിട്ട് നോക്കിയിട്ട് അകത്തിരുന്ന നനഞ്ഞ ധാന്യങ്ങളെ പുറത്തിറക്കി വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ധാന്യങ്ങൾക്ക് നിന്റെ കച്ചവട ചരക്കിന്റെ ന്യൂനതകൾ ജനങ്ങളോട് പറയാതെ തട്ടിപ്പിന്റെ കച്ചവടം കാണിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് ആരാധനാലയങ്ങളിൽ നിന്ന് എന്റെ കച്ചവടത്തിലേക്ക്, സാമ്പത്തിക ജീവിതത്തിലേക്ക് ഇസ്ലാം കടന്നു വരണ്ടേ? ഇസ്ലാം കടന്നു വരണം. എന്റെ സ്വഭാവത്തിൽ സുഹൃത്തെ, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തില്, മനുഷ്യൻ ഉപകാരം കിട്ടുന്ന ഫലവൃക്ഷങ്ങളുടെ ചുവട്ടില് അതൊന്നും ചെന്ന് മൂത്രമൊഴിക്കല്ലേ എന്ന് മൂത്രമൊഴിക്കുന്ന ഇടത്തെക്കുറിച്ച് പോലും മനുഷ്യനെ പഠിപ്പിച്ച ഒരു ദർശനമാണെങ്കിൽ, മനുഷ്യൻ ഉപയോഗിക്കുന്ന വെള്ളവും വായുവും മലിനമാക്കുന്ന ഒന്നിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച പരാമർശം വിളിയാളം കേൾക്കുമ്പോഴും കയ്യിലൊരു മരക്കമ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പോയി കുഴിച്ചു വെച്ച് നടാൻ പഠിപ്പിച്ച ഒന്ന്, ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജീവിതത്തിലേക്ക് പരന്നൊഴുകുന്ന ഒരു ജീവിത ദർശനം, അവിടെയും നിന്നോ? പിന്നെയോ, മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കുന്ന മുഴുവൻ ജീവിതാവസ്ഥകളിലേക്കും അള്ളാഹുവിന്റെ ഈ ദീൻ കടന്നു ചെല്ലണം. ഇസ്ലാം എന്നത് കേവലം ഒരു മതമല്ല, ഇസ്ലാം എന്നത് ഒരു ജീവിതമാണ് സുഹൃത്തുക്കളെ, ഒരു ജീവിതമാണ്. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്? അതെല്ലാം ഇസ്ലാമിലുണ്ട്. ജീവിതത്തിൽ ആരാധനയുണ്ട്, ഇസ്ലാമിൽ ആരാധനയുണ്ട്. ജീവിതത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്, ഇസ്ലാമിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ജീവിതത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെടണം, ഇസ്ലാം പരിസ്ഥിതിയെ കുറിച്ചൊരു വർത്തമാനം പറയും. ജീവിതത്തിൽ മനുഷ്യന് രാഷ്ട്രീയവും അധികാരവുമുണ്ട് എങ്കിൽ മനുഷ്യന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, രാഷ്ട്രീയ ഉള്ളടക്കം എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ മൗലിക പ്രധാനമായ വിഷയമാണ് എങ്കിൽ ഇസ്ലാമിൽ അത് ഉണ്ടാവണ്ടേ? ഇസ്ലാം സമ്പൂർണമായ വ്യവസ്ഥയാണ് എങ്കിൽ അതുണ്ടാവണ്ടേ? ഉണ്ട്. ഇസ്ലാമിൽ അതിന്റെ രാഷ്ട്രീയവും ഉണ്ട്. ഇസ്ലാം അപ്പോൾ സമഗ്രമായ സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. ഈ ജീവിത വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തിന്റെ താളക്രമത്തോട് ചേർത്തു നിർത്തിയതാണ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യ സഞ്ചയത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചതാണ്. അതൊരു സമയത്ത് അള്ളാഹുവിന്റെ ഔന്നത്യവും ഈ പ്രപഞ്ചത്തിന്റെ സംശുദ്ധിയും മനുഷ്യവർഗത്തിന്റെ സുന്ദരമായ ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ചും ദുനിയാവിന്റെ അപ്പുറത്തെ ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കും. അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കും. ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കും. സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നതുകൊണ്ട്, അതിന്റെ ഉള്ളടക്കം മനുഷ്യനാണ് എന്നതുകൊണ്ട്,
മനുഷ്യന്റെ രക്ഷയും വിമോചനവുമാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന ചൂഷകരായ അക്രമികളായ മുഴുവൻ ശക്തികളും അള്ളാഹുവിന്റെ ദീനിനെതിരെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് എന്നതിന് കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. നിങ്ങൾ ഭൂമിയിലെ മനുഷ്യ നാഗരികതയുടെ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. ആ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് അള്ളാഹുവും അവൻ നിശ്ചയിച്ചയച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമും ആണ് എങ്കിൽ, മറുഭാഗത്ത് പിശാചിന്റെ വ്യവസ്ഥിതികളും മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യരെ വിഭാഗീയമാക്കുന്ന, മനുഷ്യനെ ആക്രമിക്കുന്ന ദുശക്തികളുമാണ് എന്ന് കാണാൻ സാധിക്കും. മനുഷ്യവർഗത്തിന്റെ ചരിത്രം കമ്മ്യൂണിസം സിദ്ധാന്തിച്ചതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രമല്ല. മനുഷ്യവർഗത്തിന്റെ ചരിത്രം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഭാഗത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 മക്കളെ 2 പക്ഷത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ്. മനുഷ്യ സമൂഹത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കുന്ന തമ്പുരാക്കന്മാരെ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഒരു ഭാഗത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണാം, മറുഭാഗത്ത് ആരെ കാണും? നമ്രൂദിനെ കാണും. നമ്മൾ നമ്രൂദിന്റെ കൂടെ നിൽക്കുന്ന മതമേലാളന്മാരെയും നമ്മൾ കാണും. ചരിത്രത്തിന്റെ വലിയ വൈരുദ്ധ്യങ്ങളും കൗതുകങ്ങളുമുണ്ട്. നമ്രൂദ് രാജ്യത്തിന്റെ അധികാരിയാണ്. ആസർ അവര് പ്രതിനിധീകരിക്കുന്ന രാജ്യകാര് പ്രതിനിധീകരിക്കുന്ന ഒരു ആചാരബന്ധമായ മതത്തിന്റെ ആളുമാണ്. ആ ഭരണാധികാരിയുടെയും ആ മതവിശ്വാസത്തിന്റെയും ശത്രുവാരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്താ പ്രശ്നം? അവരുടെ പ്രശ്നം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ചെറുപ്പക്കാരൻ രാജ്യദ്രോഹിയാണ്, മതദ്രോഹിയാണ്, പുതിയ മതത്തിന്റെയും പുതിയ ദർശനത്തിന്റെയും ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് പിടിക്കണം. അധികാരിയാണ്, ഭരണാധികാരിയാണ്, രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുഴപ്പക്കാരനെ പേടിക്കണം, പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചുട്ടുകളയണം, കൊന്നുകളയണം. ചരിത്രമല്ലേ ഇത്? എന്തിനാ കൊന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊന്നുകളയണമെന്ന് കൊല്ലാൻ അവർ തീരുമാനിച്ചതിന്റെ കാരണം എന്താ? നാട്ടിൽ എന്ത് അക്രമമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്? ഒരക്രമവും നടത്തിയില്ലല്ലോ. കലവറയില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച ഋജുമാനസനായ ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ അധികാരിയുടെ മുമ്പിൽ അദ്ദേഹം രാജ്യദ്രോഹിയാണ്, മതത്തിന്റെ മുമ്പിൽ അദ്ദേഹം കുഴപ്പക്കാരനാണ്. ഇല്ലേ? പിതാവ് എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക മതവക്താവ് പറഞ്ഞത് നിന്നെ ഞാൻ എറിഞ്ഞുകൊന്നുകളയും, നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് അഗ്നിയിലേക്ക് രാജ്യത്തൊരു പൊതുബോധമുണ്ടാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. നമുക്കറിയും ചരിത്രം. ഒരു ഭാഗത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണും. ആരാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം? ഉലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അംബിയാ മുർസലീങ്ങളിലെ ശ്രേഷ്ഠരായ പ്രവാചകൻ, നമ്മുടെ മതനേതാവ്, മതാചാര്യൻ. നാളെ സ്വർഗത്തിലെയും വിശ്വാസികളുടെ നേതാക്കളിൽ ഒരാളാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിനാ അദ്ദേഹത്തെ അയച്ചത്? വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിയോഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ടല്ലോ. ഫിർഔൻ, എന്താ ഫിർഔന്റെ പ്രശ്നം? സ്വേച്ഛാധിപത്യമാണ്, ഏകാധിപത്യമാണ്, സമഗ്രാധിപത്യമാണ്, രാജ്യത്തെ കൊള്ളയടിക്കലാണ്, വിഭവങ്ങളുടെ മേലുള്ള ഉടമസ്ഥാവകാശമാണ്. എന്നിട്ടോ ഫിർഔനിന്റെ ഭരണത്തിന്റെ വാദം ഇന്നത്തെ ബഹുരാഷ്ട്ര കമ്പനി കുത്തക ഭരണത്തിന്റെ വാദമാണ്. അതെന്താ? ഈജിപ്തിലെ ആധിപത്യം എനിക്കാണ്, ഇവിടത്തെ പുഴകളും നദികളും എനിക്കുള്ളതാണ്. ജനങ്ങൾ ആര് ജീവിക്കണം ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവൻ ഞാനാണ്. ഇല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് നമ്രൂദ് ഇതേ വർത്തമാനം പറഞ്ഞല്ലോ. അധികാരി ഞാനാണോ? ഉടമസ്ഥൻ ഞാനാണോ? ഈ തെരുവുകളിൽ ആരെ വേണമെങ്കിലും ഏറ്റുമുട്ടലിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം, കൊല്ലാനും തിന്നാനുമുള്ള അധികാരം അന ഉഹീ വ ഉമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുതിയ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, പുതിയൊരു ജീവിതത്തെക്കുറിച്ച് നമ്രൂദിനെ പഠിപ്പിച്ചു കൊടുത്തു. ഏതാ രാഷ്ട്രീയം? അത് ഇസ്ലാമിന്റെ ഉള്ളടക്കം ഏതാണ്? അത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ താളക്രമത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതേതാ? ഇന്ന റബ്ബി യഅതി ബിശംസി മിനൽ മശ്രിഖ്. എടാ, നിന്റെ അധികാരത്തിന്റെ സീമകൾക്കകത്ത് ഈ രാജ്യത്തിന്റെ ഊർജത്തിന്റെ സ്രോതസ്സായ സൗരോർജം, സൂര്യന്റെ ഊർജമുണ്ടല്ലോ, ഊർജത്തിന്റെ മഹാസ്രോതസ്, ഈ മഹാപ്രപഞ്ചത്തിന്റെ സസ്യങ്ങളുടെ, ജീവികളുടെ, വെള്ളത്തിന്റെ, വെളിച്ചത്തിന്റെ, നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം സൂര്യനാണല്ലോ. നിനക്കാണ് അധികാരമെങ്കിൽ, നീയാണ് അധികാരമെങ്കിൽ, ഈ രാജ്യത്തിന്റെ ഊർജസ്രോതസ്സിനെ കിഴക്ക് എന്റെ റബ്ബ്, പ്രപഞ്ചത്തിന്റെ താളക്രമത്തിന്റെ സന്തുലിതത്വത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള റബ്ബ് അതിനെ കിഴക്കുതിപ്പിക്കുമ്പോൾ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് പടിഞ്ഞാറ് ഉദിപ്പിച്ച് കൊണ്ടുവാ. ചോദിച്ചില്ലേ? ഫബുഹിതല്ലദീ കഫർ. അധികാരി മുഖം താഴ്ത്തി ചളിഞ്ഞിരുന്നു പോയി എന്ന് ഖുർആൻ രേഖപ്പെടുത്തുമ്പോൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, ബൈബിളിന്റെ പഴയ നിയമം പരിചയപ്പെടുത്തിയത് ആരാണിത്? ഒരു രാജ്യത്ത് മനുഷ്യന് സമാധാനത്തോടെ, ശാന്തിയോടെ, സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലാത്ത വിധം അക്രമത്തിന്റെ, അനീതിയുടെ, അധികാരത്തിന്റെ, അടിമത്തത്തിന്റെ അടയാളങ്ങൾ അധികാര കേന്ദ്രത്തിലിരിക്കുമ്പോൾ അത്തരം മനുഷ്യവിരുദ്ധമായ സ്വേച്ഛാധിപത്യത്തിനെതിരെ സംസാരിക്കാൻ അല്ലാഹു വഹയും നൽകി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചു എങ്കിൽ, ഒരു പ്രവാചകന്റെ ദൗത്യത്തിന്റെ ഉള്ളടക്കം അതായിരുന്നു എങ്കിൽ, പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ചെങ്കടലിന്റെ കാണാക്കയങ്ങളിലേക്ക് ഫിർഔനിനെയും പടയാളികളെയും അയാളുടെ അധികാരത്തിന്റെ സമസ്ത അടയാളങ്ങളും കൂടി മുക്കിത്താഴ്ത്തി കളഞ്ഞു എങ്കിൽ, ആകാശഭൂമികളിൽ ഒന്നും അതിനുവേണ്ടി കരഞ്ഞില്ല എങ്കിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ അത്തരമൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും ഇസ്ലാം സംസാരിക്കില്ലേ? അല്ല സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, അവിടത്തോടുള്ള പ്രണയ പാരവശ്യം വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഈമാനിക മൂല്യമാണ് എങ്കിൽ, ആ മഹബ്ബത്തിന്റെ ഉടയവനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയുടെ ഏകാന്തതയിൽ നിന്ന് മക്കയുടെ തെരുവിലേക്ക് ഇറങ്ങിയതിനു ശേഷം മദീന മുനവ്വറയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അല്ലാഹുവിങ്കലേക്ക് യാത്രയാകുന്ന സന്ദർഭം വരെയുള്ള പ്രവാചക ജീവിതത്തിൽ ഇസ്ലാമിക സമൂഹം എന്തുൾക്കൊള്ളണം, എന്ത് തള്ളിക്കളയണം? നമുക്ക് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നമസ്കാരത്തിലെ നേതൃത്വമുള്ള പ്രവാചകനെ എനിക്ക് വേണം. ആ പ്രവാചകന്റെ പിന്നിൽ തന്നെ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമസ്കാരം. പിന്നെയോ ആ പ്രവാചകൻ തന്നെയല്ലേ അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞത് എങ്കിൽ, രാജ്യത്ത്, ലോകത്ത് അനാഥ മക്കളെ സൃഷ്ടിക്കുന്ന, നിസ്സഹായരായ പതിതരായ ദളിതരുടെ, ആദിവാസികളുടെ, ലോകത്തങ്ങോളമിങ്ങോളമുള്ള നിസ്സഹായരായ മനുഷ്യ മക്കൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കേണ്ടത്? സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ സംസാരിച്ച് ചേർത്ത് നിർത്തിയത്, അടുപ്പിച്ച് നിർത്തിയത്? അവിടെ നിർത്തിയോ? മദീനയിൽ ചെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കണ്ടില്ലേ? മദീനയിൽ ചെന്നിട്ട് എന്താ ചെയ്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനയിൽ ചെന്നിട്ട് എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? മദീനയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജൂതന്മാർ, രണ്ടാമത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ, മൂന്നാമത്തത് മദീനയിലെ ബഹുദൈവാരാധകരായ മജൂസികൾ, ഏറ്റവും ന്യൂനപക്ഷം മുസ്ലിംകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് ചെന്നവരും മദീനയിലെ അൻസാരികളും. എന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് ഉണ്ടാക്കിയിട്ട് പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത് എങ്ങോട്ടാ? മദീനയിലെ പ്രവാചകന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. പള്ളിയിൽ നിന്ന് പോയത് ചന്തയിലേക്കല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ചന്ത ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ചന്ത ജൂതന്റെ കച്ചവട കേന്ദ്രമായിരുന്നു. ജൂതന്റെ കച്ചവടത്തിന്റെ പ്രശ്നം എന്തായിരുന്നു?
അത് കൊള്ളലാഭത്തിൽ അധിഷ്ഠിതമായിരുന്നു, അത് ചൂഷണത്തിൽ അധിഷ്ഠിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ചെന്ന് മദീനയിലെ അങ്ങാടിയിൽ ഒരു ക്ഷേമ മാർക്കറ്റ് ഉണ്ടാക്കി, ന്യായവിലയുടെ മാർക്കറ്റ് ഉണ്ടാക്കി. മനുഷ്യനെ രക്ഷിക്കുന്ന ഒന്ന് അല്ല, റേഷൻ സമ്പ്രദായം തന്നെ മനുഷ്യന്റെ മണ്ണില് ഭൂമിയിൽ തുടങ്ങി വെച്ചത് അല്ലാഹുവാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ അറിയുമല്ലോ. ആരാ യൂസുഫ് അലൈഹിസ്സലാം? കൂട്ടത്തിൽ നിന്ന് പറയട്ടെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് കഥാപ്രസംഗ വേദികളിൽ നമ്മൾ ആകപ്പാടെ കേൾക്കുന്നത് സുലൈഖയുടെ പ്രണയത്തെ കുറിച്ചാണ്. സഹോദരങ്ങളെ, സുലൈഖയുടെ പ്രണയത്തിന്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് മനുഷ്യന്റെ അന്നത്തെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ക്ഷാമത്തെക്കുറിച്ച്, ക്ഷേമത്തെക്കുറിച്ച് സംസാരിച്ച അധികാരത്തിന്റെ ഒരു യൂസുഫ് അലൈഹിസ്സലാമെ അറിയില്ലേ? ഈജിപ്തിൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ ക്ഷാമത്തിന്റെ വറുതിയുടെ കാലത്തെക്കുറിച്ച് ഭരണാധികാരി കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ജയിലറകളിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞുകൊടുത്ത് പിന്നെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ന്യായമായ നീതിയുക്തമായ പൊതുവിതരണ സമ്പ്രദായത്തെക്കുറിച്ച് മനുഷ്യനെ പഠിപ്പിച്ച, ക്ഷാമമില്ലാത്ത ക്ഷേമത്തിന്റെ ഒരു അങ്ങാടിയെ കുറിച്ച് പഠിപ്പിച്ച, കറൻസി എടുക്കാച്ചരക്കായിട്ട് മനുഷ്യൻ തെരുവുകളിൽ ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയും അന്നം കഴിക്കാനില്ലാതെ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും തള്ളിവിടുന്ന ഭ്രാന്തൻ പരിഷ്കാരങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ച് സംസാരിക്കുന്നത് വിശ്വാസങ്ങളുടെ ഉള്ളടക്കമാണ് എങ്കിൽ സഹോദരങ്ങളെ, അത്തരമൊരു ദർശനത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് പ്രവാചകനാണ് എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിളിച്ചുകൂട്ടിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വിളിച്ചുകൂട്ടിയിരുത്തും ആരെയാ? യൂതന്മാരെ, ക്രിസ്ത്യാനികളെ. ഇത് താലിബാൻ പ്രതിനിധീകരിക്കുന്ന ഒരു ആദർശമല്ല, ഇത് IS-ന്റെ കഴുത്തറുപ്പുമല്ല. ഇതേതാ? മദീനയിൽ ജൂതമത വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന, അവരെ മനുഷ്യരായി പരിഗണിക്കുന്ന, ആരാധനാ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു നിയമാവലി, മനുഷ്യാവകാശത്തിന്റെ, ലിഖിതമായ ഭരണഘടനയുടെ, ജനാധിപത്യത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ മഴവില്ലഴകുള്ള ഒരു രാഷ്ട്രക്രമത്തെ വരച്ചു കാണിച്ചില്ലേ? അത് താലിബാൻ പ്രതിനിധീകരിക്കുന്ന കഴുത്തറുപ്പിന്റെ ഇസ്ലാമല്ല, സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ ഇത്? മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് തൗഹീദിന്റെ വർത്തമാനം പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മദീനയിലെ ഭരണാധികാരിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഭരണപ്രദേശത്തുള്ള ജൂതന്റെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കേണ്ട ദൗത്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനിയുടെ ചർച്ചിന്റെ സംരക്ഷകനായ റസൂലുള്ളാഹ്, മജൂസിയുടെ അഗ്നി ആരാധനാ മഠങ്ങളുടെ സംരക്ഷകനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ മനുഷ്യന് നീതി, മനുഷ്യനാണ് പ്രശ്നം, ജാതിയുമല്ല മതവുമല്ല. എന്റെ മകൾ ഫാത്തിമ കട്ടാൽ അവളുടെ കൈ ഞാൻ മുറിച്ചെടുക്കുമെന്ന് പറഞ്ഞ ഒരു ഭരണാധികാരത്തിന്റെ ഉജ്ജ്വലമായ പ്രരൂപം സഹോദരങ്ങളെ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദർശന പുണ്യത്തിൽ നിന്നല്ലേ രാജ്യത്ത് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞത് എങ്കിൽ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വന്നത് ക്രിസ്ത്യാനികളായ നിവേദക സംഘങ്ങളായിരുന്നു എങ്കിൽ ആ നിവേദക സംഘം കടന്നു വന്ന് മസ്ജിദ് നബവിയുടെ അടുക്കത്തിരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭരണാധികാരിയുമായി സംസാരിച്ച് ഇടവേളയിൽ എത്തിയപ്പോഴാണ് ക്രിസ്ത്യാനി സഹോദരങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. എവിടെയാ ഇത്? മസ്ജിദ് നബവിയിലാണ്. റൗള ഷരീഫ് എന്ന പുണ്യസ്ഥലമുള്ള മസ്ജിദ് നബവി വിശ്വാസികളുടെ മനസ്സിലെ തീർത്ഥാടനത്തിന്റെ കേന്ദ്രം. എന്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പ പറഞ്ഞത്? ഈ മസ്ജിദിന്റെ അകത്ത് നിങ്ങൾ കുരിശു നാട്ടിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാൻ പറഞ്ഞു എങ്കിൽ അതാണ് മനുഷ്യന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ വിശാലമായ മാനവികതയെ തുറന്നു വെച്ചത് എങ്കിൽ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവാചകന്റെ മദീന രാഷ്ട്രത്തിലെ അമുസ്ലിംകളായ പ്രജകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നാളെ മഹ്ശറയിൽ ഉപദ്രവിച്ച മുസ്ലിമിനെതിരെ ഞാൻ സാക്ഷി പറയാൻ വരുമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇത് ഇസ്ലാമല്ലേ സഹോദരങ്ങളെ?
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആദർശം മദീന മുനവ്വറയിൽ പ്രവാചകൻ വഫാത്താകുന്ന ഘട്ടമെത്തുമ്പോഴേക്കും നമ്മൾ കണ്ടില്ലേ, പിന്നെ അവിടുന്ന് ഖുലഫാഉർ റാഷിദൂൻ അശ്റത്തുൽ മുബശ്ശിരീൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളെ നമുക്കറിയും. ആ 10 ആളുകളെ ഒന്ന് പഠിച്ചു നോക്കിയേ നിങ്ങൾ. ഒന്നാമത്തേതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം മദീനയിലെ ദൂഷിത നാളുകളിൽ പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന ഉറ്റമിത്രം അല്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ? അദ്ദേഹം ഖലീഫയുമാണ്, ഭരണാധികാരിയുമാണ്. എന്താ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ഭരണം അത് വിശുദ്ധ ഖുർആനാണ്, പ്രവാചക ചര്യയാണ്, ഇസ്ലാമിന്റെ ഒരു ഉള്ളടക്കമാണ് അല്ലേ. നമ്മൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് ഭരണാധികാരിയാണ്. രണ്ടാമത്തേതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആരാ? ഭരണാധികാരിയുമാണ്. യൂഫ്രട്ടീസിന്റെ തീരത്തിൽ എവിടെയെങ്കിലും കിടന്ന് ഒരാട്ടിൻകുട്ടി വിശന്നു മരിക്കുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അതിന്റെ പേരിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്നോർത്ത് പൊട്ടിക്കരഞ്ഞ പാതിരാവുകളിൽ പൊട്ടിക്കരഞ്ഞ ഭരണാധികാരി. ജനം തെരുവിൽ ക്യൂ നിൽക്കുമ്പോൾ ജപ്പാനിലിരുന്ന് വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിമാരുടെ അധികാരത്തിന്റെ ഗർവിന്റെ ദാഷ്ട്യത്തിന്റെ മുമ്പിൽ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ജീവിച്ചിരുന്നപ്പോ സ്വർഗാവകാശം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ പറഞ്ഞ ആളുകളൊക്കെയും അവരൊക്കെയും അല്ലാഹുവിന്റെ മദീനയിൽ ഇസ്ലാമിന്റെ ഭരണാധികാരികളോ സൈന്യാധിപന്മാരോ ഇസ്ലാമിന്റെ ഭരണാധികാരത്തിന്റെ ഗവർണർമാരോ ഒക്കെയുമാണ്. ഇസ്ലാം എന്നതൊരു ജീവിത വ്യവസ്ഥയാണ്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, രാഷ്ട്രീയ ഉള്ളടത്തെക്കുറിച്ച് സംസാരിക്കാത്ത, മനുഷ്യന്റെ രാഷ്ട്രീയ വിമോചനത്തെക്കുറിച്ച് മിണ്ടാത്ത ഒരു ഇസ്ലാമിന് പരിചയമില്ല, ഖുർആനിന് പരിചയമില്ല അല്ലേ. സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വിശുദ്ധ ഖുർആനിൽ പരിധി നോക്കിയാൽ കാണൂല നിങ്ങൾ. അത് പ്രവാചകന്റെ ചര്യയിലേ കാണൂ. സിവിൽ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച് ഖുർആനിൽ കാണും ഇല്ലേ. സദാചാര ഭ്രംശത്തെക്കുറിച്ച്, ധാർമ്മിക അപജയത്തെക്കുറിച്ച്, സാമ്പത്തിക കുറ്റങ്ങളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറഞ്ഞത്. നമസ്കാരത്തിന്റെ എണ്ണം പറയാത്ത ഖുർആൻ നടത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലേ. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അസ്ർ നമസ്കാരത്തിന് എത്ര റക്അത്തിന്റെ എണ്ണമുണ്ടെന്നൊരു ഖുർആൻ ആയത്ത് കാണിച്ചു തരാൻ പറ്റൂല. നടത്തത്തെക്കുറിച്ച് എത്ര പറഞ്ഞു? ഇരുത്തത്തെക്കുറിച്ച് പറഞ്ഞു, പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു, സംസാരത്തെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇസ്ലാം ഈ ജീവിതമാണ്. ആ ഇസ്ലാമിനെയാണ് ലോകത്ത് പുണ്യം നൽകിയത്. ആ ഇസ്ലാമിന്റെ ശാദ്വലതയിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുമ്പോഴാണ് ബലദൻ ആമിന, ലോകത്തിന്റെ മുമ്പിൽ സമാധാനത്തിന്റെ ഒരു ദർശനമുണ്ടാക്കിയത്. ഈ ഇസ്ലാമിനെ, ഇസ്ലാം ഇങ്ങനെയാണ് എങ്കിൽ ഇസ്ലാം സംസാരിക്കുക ആർക്ക് വേണ്ടിയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരത്തിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ വെച്ച് ഈജിപ്തിലെ പള്ളി വിപുലീകരിക്കുവാൻ വേണ്ടി ഒരു ക്രൈസ്തവ പെണ്ണിന്റെ വീട് പൊളിച്ചു മാറ്റി ഗവർണർ ജനറൽ. ആ പെണ്ണിന്റെ വീട് പൊളിച്ച് ആ സ്ഥലം അക്വയർ ചെയ്ത് പള്ളിയോട് ചേർത്തു വെച്ചു. ഒരു ദിവസം ആ പെണ്ണിന്റെ, എന്നിട്ട് ആ പെണ്ണിന് വേറൊരു വീടും കൊടുത്തു, സ്ഥലവും കൊടുത്തു. ആ പെണ്ണാണെങ്കിൽ കരഞ്ഞ് പ്രയാസപ്പെട്ടിരുന്നു. എന്താ കാരണം? ആ പള്ളിയോട് ചേർന്നിരുന്ന എന്റെ വീട്ടിലാണ് എന്റെ ഭർത്താവിന്റെ ഓർമ്മയുള്ളത്, എന്റെ അച്ഛന്റെ ഓർമ്മയുള്ളത്, എന്റെ അമ്മയുടെ ഓർമ്മയുള്ളത്, എന്റെ ജീവിതത്തിന്റെ സമാധാനം അവിടെയായിരുന്നു. അവിടെ നിന്ന് മാറിയപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല, മാനസികമായ പിരിമുറുക്കത്തിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോഴാണ് ബന്ധു ചെന്നിട്ട് പറഞ്ഞു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊന്ന് പരാതി പറയണം. ചെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴെന്താ പറഞ്ഞതെന്നറിയുമോ? മനുഷ്യന്റെ മനസ്സ് നോവുന്നിടത്ത് ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല, പൊളിച്ചു മാറ്റണം പള്ളി. അവ പെണ്ണിന്റെ, ക്രിസ്ത്യാനി പെണ്ണിന്റെ വീടിരുന്നിടത്ത് വീടുണ്ടാക്കി വെച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാം. ഇത് ഇസ്ലാം. ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന്റെ ദൈവീകമായ നീതി മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പകർന്നു കൊടുക്കുന്ന ദൈവീക നീതിയുടെ ഒരു രാഷ്ട്രീയമാണ്. ഇത് മതചടങ്ങുകളെ, മതാരാധനകളെ, മതവേഷങ്ങളെ മനുഷ്യന്റെ മുഴുവൻ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംജ്ഞയല്ല ഇസ്ലാം എന്നത്. അത് താലിബാനിസമല്ല, അത് IS പ്രതിനിധീകരിക്കുന്ന ഖിലാഫത്തല്ല. എവിടെ നിന്നാണ് താലിബാന്റെ ഉദയം? രാജ്യത്തിന്റെ, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ വ്യാവസായിക
വ്യാവസായിക വിപ്ലവാനന്തരമുള്ള ലോകത്ത് അധിനിവേശത്തിന്റെ യാത്രകൾ നടത്തിയ സാമ്രാജ്യത്വവും, അങ്ങനെ ഒരു ഭാഗത്ത് കമ്മ്യൂണിസവും മറുഭാഗത്ത് സാമ്രാജ്യത്വവും എഴുന്നേറ്റു നിന്നപ്പോൾ, ആ സാമ്രാജ്യവും കമ്മ്യൂണിസവും കൂടി ലോകത്തെ പിടിച്ചടക്കിയപ്പോൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നേതൃത്വത്തിൽ കൊളോണിയൽ അധിനിവേശം നടത്തിയപ്പോൾ, മധ്യപൗരസ്ത്യ ദേശത്തേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഒക്കെ ബ്രിട്ടീഷുകാരൻ വന്നപ്പോൾ, ആധിപത്യം അവൻ കയ്യിലൊതുക്കിയിട്ട് മുസ്ലിം രാജ്യങ്ങളിൽ അവൻ ഉണ്ടാക്കി വെച്ചത് ഇസ്ലാമിന്റെ ഇസ്സത്തിന്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര ഘട്ടത്തിലെ ഖിലാഫത്ത് പ്രക്ഷോഭത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്താ ഖിലാഫത്ത് പ്രക്ഷോഭം? ഖിലാഫത്ത് എന്നത് നേരത്തെ പറഞ്ഞ ദൈവികമായ ഒരു രാഷ്ട്രീയ സംജ്ഞയുടെ പേരാണ്. അത് പേരിനെങ്കിലും തുർക്കിയിൽ നിലനിന്നിരുന്നല്ലോ. തുർക്കിയിൽ നിലനിന്നിരുന്ന ഒന്നിനെ കമാലത്ത തുർക്കിന്റെ നേതൃത്വത്തിൽ അത് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം പറഞ്ഞു, മതവും ജീവിതവും രണ്ടാണ്, ദീനും ദുനിയാവും രണ്ടാണ്. നിങ്ങൾ ദീൻ എന്ന് പറയുന്നത് പള്ളിയുടെ മൂലയിൽ ഒതുക്കട്ടെ, ലോകത്തിന്റെ ജീവിതം എന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചിട്ട് മതത്തെയും ജീവിതത്തെയും രണ്ടാക്കിയിട്ട് ഭൗതിക ദർശനങ്ങൾ ലോകത്തെ നിയന്ത്രണത്തിലാക്കി. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് അധികാര സമുച്ചയം നമ്മൾ അറിയും. അപ്പുറത്ത് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയുടെ കയ്യിലേക്ക് ലോകത്തിന്റെ ആധിപത്യം മേടിച്ച് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ലോകം. ഈ രണ്ട് ശക്തികളും കൂടെ പിന്നെ നടത്തിയത് ശീതയുദ്ധത്തിന്റെ കഥയല്ലേ? അഫ്ഗാനിസ്ഥാൻ അതിന്റെ ഇരയല്ലേ? എവിടെന്നാ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദം വന്നത്? ആരാ അഫ്ഗാനിസ്ഥാനിൽ ആദ്യം അധിനിവേശം നടത്തിയത്? അഫ്ഗാനിന്റെ മലമടക്കുകളിലേക്ക് ചെമ്പടയെ നയിച്ചത് സ്റ്റാലിനാണ് എങ്കിൽ, ബ്രഷ്നേവാണെങ്കിൽ, ക്രൂഷ്ചേവാണെങ്കിൽ, അഫ്ഗാനിസ്ഥാനിലെ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് കമ്മ്യൂണിസം, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യ അധികാരം പിടിച്ചടക്കിയെങ്കിൽ, അപ്പോൾ അതിനെതിരെ ശീതയുദ്ധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് റഷ്യയും അമേരിക്കയും നേർക്കുനേരെ യുദ്ധം ചെയ്തില്ല. അവരുടെ യുദ്ധക്കളം മൂന്നാം ലോക രാജ്യങ്ങളായിരുന്നില്ലേ? അഫ്ഗാനായിരുന്നില്ലേ? ഇറാനായിരുന്നില്ലേ? ഇറാഖായിരുന്നില്ലേ? മധ്യപൗരസ്ത്യ ഭൂപ്രദേശങ്ങളായിരുന്നില്ലേ? അല്ലേ? അവിടെ ചെന്ന് അമേരിക്ക തിരിച്ചു വന്നു. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിനെതിരെ സമരം നടത്താൻ, വൈപ്പോരുണ്ടാക്കാൻ, ഗറില്ല യുദ്ധമുറകൾ ഉണ്ടാക്കാൻ അമേരിക്ക പഠിപ്പിച്ചു വിട്ട സംഘത്തിന്റെ പേരാണ് വിദ്യാർത്ഥി സേന, താലിബാൻ. ആരുടെ ആയുധം? അമേരിക്കയുടെ ആയുധം. അങ്ങനെയല്ലേ നജീബുള്ളയെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയിട്ടത്? ആരാ ഭീകരവാദം ഉണ്ടാക്കിയത്? പിന്നെ ഒരു ഘട്ടത്തിൽ തങ്ങൾ വളർത്തിവിട്ട ഈ സാധനം ആപത്താണെന്ന് കണ്ടപ്പോൾ അതിന്റെ പേരിൽ ഒരു രാജ്യത്തെ തച്ചുടക്കാനല്ലേ ചെന്നത്? അങ്ങനെയല്ലേ അവിടെ ഉണ്ടായത്? സുഹൃത്തുക്കളെ, ലോകത്തങ്ങോളം ഇങ്ങോളം പരന്നു കിടന്നിരുന്ന യഹൂദ സമൂഹങ്ങളെ മുഴുവൻ ആ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലേക്ക്, ആ രാജ്യത്തെ മനുഷ്യമക്കളെ ആട്ടിപ്പായിച്ച് സബറയിലെയും ഷത്തിലയിലെയും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഒരു രാജ്യത്തെ ജനസമൂഹത്തെ ആട്ടിയോടിച്ച് അരിങ്കൊല ചെയ്തിട്ട് ഇസ്രയേൽ എന്നൊരു തെമ്മാടി സിയോണിസ്റ്റ് രാഷ്ട്രത്തെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് ക്ലൂക്ലക്സ് ക്ലാൻ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ ഏറ്റവും ശക്തമായ ഭീകര പ്രവർത്തനത്തിന് മധ്യപൗരസ്ത്യ ദേശത്ത് വിത്തുപാകിയതാരാണ്? ഇസ്ലാമാണോ? മുസ്ലിംകളാണോ? അമേരിക്കയല്ലേ? അങ്ങനെയല്ലേ ഫലസ്തീനിലെ തെരുവുകളിൽ ആദ്യം സ്ഫോടനങ്ങൾ ഉണ്ടായത്? ഫലസ്തീനിൽ സിയോണിസം എന്ന മൊസാദിന്റെ ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടായത്? ഇറാനിലും ഇറാഖിലും ആരാണ് ഉണ്ടാക്കിയത്? ഇറാനിലെ റിസാ ഷാ പഹ്ലവിയുടെ അധികാരത്തിന്റെ കീഴിൽ അമേരിക്കൻ പാവ ഭരണാധികാരിയെ ഇറാനിലെ ജനകീയ വിപ്ലവത്തോടെ അട്ടിമറിച്ചു കളഞ്ഞപ്പോൾ അതിനെതിരെ ഇറാഖിന് ആയുധം നൽകി സദ്ദാം ഹുസൈൻ ആയുധം നൽകിയിട്ട് ഇറാനിനെതിരെ നീണ്ട 10 വർഷക്കാലം നിരന്തരമായി യുദ്ധം നടത്തിച്ചതാരാണ്? അതിനുശേഷം ഇറാഖിന് നേരെ തിരിഞ്ഞതാരാണ്? അങ്ങനെ ഇറാഖിനെ മുച്ചൂടും നിലംപരിശാക്കി ഇറാഖിലെ ആയിരങ്ങളെ അരിങ്കൊല ചെയ്ത് അവസാനം സദ്ദാമിന് കാര്യം തിരിഞ്ഞപ്പോൾ പക്ഷെ പിന്നെ എതിർത്ത് നിന്നിട്ട് കാര്യമുണ്ടോ? ലോകത്തങ്ങോളം ഇങ്ങോളം ജനാധിപത്യത്തിന്റെ ശുദ്ധവായു വന്ന ഘട്ടങ്ങളിൽ മധ്യപൗരസ്ത്യ ഭൂപ്രദേശങ്ങളിൽ ജനാധിപത്യം വരാൻ സമ്മതിക്കാതെ ഏകാധിപതികളെ വാഴിച്ചതാരാണ്? ഈജിപ്ത്. ഹുസ്നി മുബാറക്കിന്റെ ഏകാധിപത്യ ഭരണം, അതിനെ വാഴിച്ചതാരാണ്? അതിനുശേഷം അവിടെ ജനാധിപത്യ വിപ്ലവം വന്നപ്പോൾ ഡോക്ടർ മുഹമ്മദ് മുർസിയുടെ നേതൃത്വത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ജനാധിപത്യത്തിന്റെ അധികാരത്തിലെത്തിയപ്പോൾ ഇപ്പോൾ സിസിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ തുറുങ്കിലടച്ചിട്ട് ആയുധങ്ങൾ കൊണ്ട് ആയിരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കോശാന പാടിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? നിലംപരിശാക്കിയ ഇറാഖിലെ അബൂ ഖുറൈബ് ജയിലറകൾക്ക് ഉള്ളിൽ നിന്നാണല്ലോ അബൂബക്കർ ബാഗ്ദാദി ഉദയം ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസ്, അദ്ദേഹത്തിന് കിട്ടിയ IS-ന്റെ ആയുധങ്ങൾ എവിടെ നിന്നാണ്? മുഴുവൻ അബൂ ഖുറൈബ് ജയിലറ ഇറാഖിലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്.
അവിടെ നിന്ന് വന്നു. ഇതാ ഒരു സുപ്രഭാതത്തിൽ കാണാം അവര് പറഞ്ഞത് ഞാൻ ഖലീഫയാൽ. ഖിലാഫത്ത് എന്ന പേര് ഏതാ ഖിലാഫത്ത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ നാളുകളിൽ ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട മഹാത്മാഗാന്ധി ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം പങ്കുവെച്ച എന്റെ രാമരാജ്യത്തിന്റെ ഉപമ മദീനയിലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമറിന്റെ രാജ്യമാണെന്ന് പറയുമാറ് ഒരു ഖിലാഫത്തിന്റെ പുണ്യം. ഏതാ ഈ ഖലീഫ? പാതിരാ വെറുതിയിൽ രാജ്യത്തെ പ്രഥമ പൗരയെയും വിളിച്ചുകൊണ്ട് ഗോതമ്പും ബാർലിയുമായിട്ട് വന്നിട്ട് ഒരു കുടിലിന്റെ മുമ്പിൽ മുട്ടി വിളിച്ചിട്ട് രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരയെ കുടിലിന്റെ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് രാജ്യത്തെ ഒരു പെണ്ണിന്റെ പേറ്റെടുക്കാൻ ഭരണാധികാരിയുടെ ഭാര്യയെ പറഞ്ഞയച്ചിട്ട് പേരെടുക്കുന്നതിന് കാവൽ നിൽക്കുന്ന മദീനയുടെ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഈജിപ്തിന്റെയും റോമിന്റെയും പേർഷ്യയുടെയും വിശാലമായ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ഒരു പെണ്ണിന്റെ കുടിലിന്റെ മുമ്പിൽ സ്വന്തം ഭാര്യ പേരെടുക്കുന്നതിന് കാവൽ നിൽക്കുന്ന ഒരു ഭരണാധികാരി. അതാണ് ഖിലാഫത്തിന്റെ പുണ്യം. ആ ഖിലാഫത്ത് എന്ന മധുര മനോഹരമായ ഒന്നിനെ ലോകത്തിന്റെ മുമ്പിൽ തറടിക്കണമെങ്കിൽ അബൂബക്കർ ബഗ്ദാദിയുടെ കയ്യിലിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ ആയുധങ്ങളുടെ ഒപ്പം ഈ ഒരു പേര് വേണം. ആ ഒരു പേരിന്റെ ഒപ്പം പെണ്ണ്. ഏതാ പെണ്ണ്? പെണ്ണിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ജീവനോടെ മരുഭൂമിയിലേക്ക് കൈമാന്തിയിട്ട് മരുഭൂമിയിലേക്ക് ജീവനോടെ കുഴിച്ചു മൂടിക്കൊണ്ടും വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നില്ലേ? ജീവനോടെ മറമാടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടും ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിന്റെ പേരിലാണ് നീ കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ച് പെണ്ണിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പെണ്ണിന് വേണ്ടി സംസാരിച്ച ഒരു ദർശനം. പേറിയന്ത്രവും ചോറ്റുയന്ത്രവുമാക്കി അടുക്കളയിൽ അടച്ചുമുട്ടിയിട്ട ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരിടത്ത് നിന്ന് പെണ്ണിനെ ഉണർത്തിയാൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞ് സ്വർഗം ഉമ്മാന്റെ പെണ്ണിന്റെ കാലിന്റെ കീഴിലാണെന്ന് പറഞ്ഞ് പുരുഷലക്ഷണം പെണ്ണിനോടുള്ള മാന്യമായ പെരുമാറ്റമാണെന്ന് പഠിപ്പിച്ച് പെണ്ണിന് വിദ്യാഭ്യാസവും പെണ്ണിന് സംസ്കാരവും പെണ്ണിന് ജീവിതവും പഠിപ്പിച്ചു കൊടുത്ത് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ സ്വഹാബിമാരുടെ മുമ്പിൽ ദീനീ വിഷയത്തെക്കുറിച്ച് സംവാദം നടത്താൻ പ്രാപ്തയായ പെണ്ണ് ഇല്ലേ? ആ പെണ്ണിനെ ഇരുട്ടറയിലേക്ക് തള്ളുന്ന സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മുത്തലാഖിന്റെ ബഹുഭാര്യത്വത്തിന്റെ കാടൻ നിയമമാണെന്ന് പറഞ്ഞ് പെണ്ണിന്റെ പേരിൽ അധിക്ഷേപിക്കുമ്പോൾ അത് വേണം. അങ്ങനത്തെ ഒരു അടയാളം അവർക്ക് വേണം, ഇസ്ലാമിന്റെ അടയാളം. ആ അടയാളം കിട്ടേണ്ടത് ഇന്ന് ലോകത്ത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള അധികാരത്തിന്റെ ചൂഷണത്തിനെതിരെ സംസാരിക്കുവാൻ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും കാമ്പും കരുത്തുമുള്ളത് വിശുദ്ധ ഖുർആനിനാണ് എങ്കിൽ, ഇസ്ലാമിനാണ് എങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളടക്കത്തിനാണെങ്കിൽ, ആ മനുഷ്യ വിമോചനത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തേണ്ടത് ഇസ്ലാമിന്റെ ശത്രുവിന്റെ ആവശ്യമാണ്. ആ ആവശ്യം അവര് നടത്തി വിട്ടുന്നു. അതിന്റെ മുമ്പിൽ കോടാലിക്കൈകളായിട്ട് ആള് നിൽക്കുന്നു. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. ലോകത്തിന്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമിക ഖിലാഫത്തിന് പടിയടച്ച് പിണ്ടം വെച്ച അതേ തുർക്കി സമകാലീന രാഷ്ട്രീയ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ വിരിയിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പട്ടാളം ഇറങ്ങിയിട്ട് പ്രസിഡന്റിനെ തടങ്കലിലാക്കാൻ ശ്രമിച്ചിട്ട് പട്ടാളം രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തിട്ട് രാജ്യം പട്ടാള ഭരണത്തിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി റജബ് തയ്യിബ് ഉർദുഗാൻ അതേ തുർക്കിയിൽ സമാധാനത്തിന്റെ, മനുഷ്യ വിമോചനത്തിന്റെ, വികസനത്തിന്റെ ഒരു ഭരണക്രമം, അതിന്റെ ഉള്ളടക്കം വിശുദ്ധ ഖുർആനാണ്. അതിന്റെ ഉള്ളടക്കം പ്രവാചക ചര്യയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഉള്ളടക്കമാണ് എങ്കിൽ അത് മുസ്ലിങ്ങളുടെ കേവലം സ്വകാര്യ സ്വത്തല്ല, അത് മനുഷ്യന്റെതാണ്. ഹിന്ദുവിന്റെതാണ്, ക്രിസ്ത്യാനിയുടെയാണ്, സിഖുകാരന്റെയാണ്, പാഴ്സിയുടെയാണ്, ജൈനന്റെയാണ്, മനുഷ്യന്റെയാണ്. മനുഷ്യന്റെ പ്രവാചകൻ, മനുഷ്യന്റെ ഖുർആൻ ഇല്ലേ? അങ്ങനെ വന്നപ്പോൾ നമ്മൾ അറിയുമല്ലോ. പിന്നെന്താ ചരിത്രം കണ്ടത്? എന്താ ലോകം കണ്ടത്? ടാങ്കുകളുടെ മുമ്പിലേക്ക്, പീരങ്കികളുടെ മുമ്പിലേക്ക്, ബോംബർ വിമാനങ്ങളുടെ മുമ്പിലേക്ക് ഒരു രാജ്യത്തിന്റെ ജനത ഒന്നടങ്കം നിരായുധരായി ഇറങ്ങി വന്ന്
വന്നിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരിയെ സംരക്ഷിക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ജീവിതത്തെ സംരക്ഷിക്കാൻ തെരുവിലിറക്കി ആയുധങ്ങളുള്ള പട്ടാളക്കാരെ ബാരക്കിലേക്ക് മടക്കി അയച്ച ലോകത്തിലെ രോമാഞ്ചജനകമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ച ഒരു ബദൽ ജീവിത കാഴ്ചപ്പാട് ലോകത്ത് വളർന്നു വരുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ പുണ്യം. കാരണം ഇത് നിലനിന്നേ മതിയാവൂ. ഖിയാമത്ത് നാൾ വരെ ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ധർമ്മത്തിലേക്ക് നയിക്കുന്ന, ധർമ്മത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു തരുന്ന വിശുദ്ധ ഖുർആനിന്റെ തനിയാവർത്തനങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇല്ലേ? അപ്പോൾ ആ ഇസ്ലാമിനെ, മനുഷ്യന്റെ സാമൂഹ്യ രംഗങ്ങളിൽ ഇടപെടുന്ന ഇസ്ലാമിനെ, ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇസ്ലാമിനെ, തെരുവിലെ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇസ്ലാമിനെ, അടിയാളന്റെ മോചനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇസ്ലാമിനെ, മനുഷ്യന്റെ ഏകാധിപത്യത്തിനെതിരെ മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് അറിയില്ലേ നിങ്ങൾക്ക്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അനസ് ബിൻ മാലിക്, ഈ മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് അറിയില്ലേ? അഹ്മദ് ബിൻ ഹംബൽ, 4 മദ്ഹബിന്റെ ഇമാമുകൾ. ആ മദ്ഹബിന്റെ ഇമാമുകളിൽ ചിലരെ ബാഗ്ദാദിന്റെ തെരുവിലൂടെ ഭരണാധികാരികൾ തലമുട്ടയടിച്ച്, കരിവാരിത്തേച്ച്, ചമ്മട്ടി കൊണ്ടടിച്ച് ബാഗ്ദാദിന്റെ തെരുവുകളിലൂടെ മദ്ഹബിന്റെ ഇമാമുകളെ നടത്തിയത് അധികാര കേന്ദ്രങ്ങളായിരുന്നു. എന്താ കാരണം? അധികാരികളുടെ തെമ്മാടിത്തത്തിനെതിരെ, ഭരണാധികാരത്തിന്റെ തെമ്മാടിത്തത്തിനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ്. ആര് ഭരിച്ചാലും നമ്മള് ഭരണാധികാരിയെ പ്രീണിപ്പിച്ച് കിട്ടാനുള്ളത് വാങ്ങിയിട്ട് മാറിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അടയാളക്കുറി അല്ല മദ്ഹബിന്റെ ഇമാമുകൾ പ്രതിനിധീകരിച്ചത് എങ്കിൽ, അതിന്റെ പേരിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിട്ടിയത് ജയിലാണ് എങ്കിൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിട്ടിയത് ചാട്ടവാറടികളാണ് എങ്കിൽ, ലോകത്തിന്റെ മനുഷ്യന്റെ നവോത്ഥാനത്തിന് വേണ്ടി സംസാരിച്ച മുഴുവൻ മഹാരഥന്മാരായ ഔലിയാക്കന്മാരും സംസാരിച്ചത് ഈ തെരുവുകളിലെ മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ച്, അവന്റെ വിമോചനത്തെ കുറിച്ച്, അവന്റെ ദുനിയാവിലെ സമാധാനത്തെ കുറിച്ച്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്ര കൃത്യമാണ്! ദുനിയാവിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും ഒന്നിച്ച് ചോദിക്കും മുസ്ലിം. ദുനിയാവിലെ സമാധാനവും ആഖിറത്തിലെ രക്ഷയും ഒന്നിച്ച് ചോദിക്കും മുസ്ലിം. അത്തരമൊരു ഇസ്ലാമിനെ പേടിയാണ്. ആ ഇസ്ലാമിനെ പേടിയാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാമിനെ കുഴപ്പമാക്കി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. വിശുദ്ധ ഖുർആൻ. ആരാ മുസ്ലിം ഉമ്മത്ത്? ജമാഅത്തെ ഇസ്ലാമി രാജ്യനിവാസികളായ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാമിനെ കുറിച്ച്. കൈകെട്ടലിന്റെ തർക്കത്തിൽ, ഖുനൂത്ത് വേണോ വേണ്ടേ എന്ന തർക്കത്തിൽ, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തിന്റെ തർക്കത്തിൽ കക്ഷി ചേർന്ന ഒരു ഭാഗത്ത് നിന്ന് തർക്ക വിതർക്കങ്ങളുടെ, ആക്ഷേപഹാസ്യങ്ങളുടെ, ഖണ്ഡന മണ്ഡനങ്ങളുടെ, കാഫിറാക്കളുടെ വർത്തമാനം പറയേണ്ടവരല്ല മുസ്ലിം ഉമ്മത്ത്. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിന്റെ മുമ്പിൽ പ്രക്ഷുബ്ധമായ 40കളിൽ സയ്യിദ് അബുൽ അലാ മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ എഴുന്നേറ്റ് നിന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും സത്യസാക്ഷ്യം എന്ന് പറയുന്ന ഒരു പുസ്തകം. സയ്യിദ് അബുൽ അലാ മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ 75 വർഷക്കാലമായി ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യനിവാസികളായ മനുഷ്യരുടെ മുമ്പിൽ തെരുവുകളിൽ നിന്നുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സമഗ്ര ജീവിത വ്യവസ്ഥയെ, കമ്മ്യൂണിസവും മുതലാളിത്തവും മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40കളിൽ സയ്യിദ് അബുൽ അലാ മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു കാലം വരും കമ്മ്യൂണിസ്റ്റ് ദർശനം മോസ്കോവിൽ ഗതികിട്ടാതെ തകർന്ന് താഴെ വീഴും. ഒരു കാലം വരും വാഷിംഗ്ടണിൽ മുതലാളിത്തവും തകർന്നു വീഴും. കാരണം നിലനിൽക്കാനുള്ള അധികാരമില്ല, അർഹതയില്ല. അർഹതയുള്ളത് ദൈവികമായ ജീവിത വ്യവസ്ഥയ്ക്കാണ്. ഇതിനെയാണോ മതരാഷ്ട്രവാദം എന്ന് പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെയ്തത് ആ രാഷ്ട്രീയം നമുക്ക് വേണ്ട, അതൊന്നും മിണ്ടാൻ പറ്റൂല എന്ന് പറയലാണോ? അതെന്തൊരു തരം ഇസ്ലാമാണ് സഹോദരങ്ങളെ? ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യമതാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിക പ്രസ്ഥാനം, മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്ന് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത,
ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു നിങ്ങളെ. എന്തിനാ? ലിതകൂനു ശുഹദാ അലന്നാസ്, അന്നാസിൽ മനുഷ്യ മക്കൾക്ക് നിങ്ങൾ സാക്ഷികളാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്കും സാക്ഷിയാവണം. റസൂൽ നമ്മുടെ സാക്ഷി, നമ്മൾ മനുഷ്യ സമൂഹത്തിന്റെ സാക്ഷി. ഈ സാക്ഷ്യം നിർവഹിക്കുവാൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. വലാ തതഫറഖു, ഭിന്നിക്കരുത്. ഇസ്ലാമിക പ്രസ്ഥാനം വിളിക്കുന്നത് സുന്നിയെയും സലഫിയെയും മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ഹൃദയപൂർവ്വം ഇസ്ലാമിക പ്രസ്ഥാനം വിളിക്കും. ഒരു തർക്കത്തിലും നമ്മൾ കക്ഷിയല്ല, ഒരു സംഘടനയ്ക്കും നമ്മൾ എതിരാളിയല്ല. എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചിട്ട് ഒന്നിച്ച് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഈ പാശത്തെ മുറുകെ പിടിക്കണം. എന്നിട്ടോ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ ഇസ്സത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കണം. അങ്ങനെ മുഖം കാണിക്കുമ്പോഴോ നല്ല മുസ്ലിം ഉണ്ടെങ്കിലേ നല്ല ഹിന്ദുവിന് സമാധാനം ഉണ്ടാവൂ. മുസ്ലിം മാതൃകാ ജീവിതമാകുമ്പോൾ ഈ രാജ്യത്തുള്ള ജീവജാലങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും സമാധാനമുള്ള ഇടം. ഞങ്ങൾക്ക് മുസ്ലിം അയൽക്കാരൻ വേണം എന്ന് പറയുന്ന ആളുകളുടെ നാടാണിത്. ആളുകളുടെ മുമ്പിൽ മാതൃകായോഗ്യമായ ഒരു ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് നല്ല തെരുവ്, മുസ്ലിം തെരുവ്. എന്താ മണ്ണഞ്ചേരി അങ്ങാടിയുടെ പുണ്യം? ഇത് മുസ്ലിം ഭൂരിപക്ഷമാണ്. എങ്കിൽ അതിന്റെ പുണ്യം എന്താ? ഇവിടെ കള്ളക്കച്ചവടം നടക്കൂല, അതല്ലേ? ഇവിടെ തെമ്മാടിത്തം നടക്കൂല, ഇവിടെ പിടിച്ചുപറി നടക്കൂല, ഇവിടെ പെണ്ണിന് സ്വസ്ഥമായി നടക്കാൻ കഴിയും, ഇവിടെ ഏത് മനുഷ്യനും സുഖമായി സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം ഇവിടെ മുസ്ലിംകളാൽ. അതിന്റെ കാരണം ഇസ്ലാം അവരെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാണ്. ഇസ്ലാം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാണ്. ഇല്ലേ? മനുഷ്യനെ സ്നേഹിക്കുന്ന, വർഗീയതയുടെ മുഴുവൻ അടയാളങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് മാനവികമായി ചേർത്തു നിർത്തുന്ന ഒരു ദർശനമല്ലേ? അങ്ങനെ ആവൂലേ മുസ്ലിം തെരുവ്? അങ്ങനെ നിന്നിട്ട് സമാധാനത്തെക്കുറിച്ച് അല്ലാഹുമ്മ അന്തസ്സലാം, സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്ന്. മതം അങ്ങനെയാവണം. അതിന്റെ അപ്പുറത്തേക്ക് മതത്തെ ഈ സന്തുലിതമായിട്ട്, മതം എന്നത് പള്ളിയിൽ പോണം, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജീവിതവുമുണ്ട്. നമ്മൾ പള്ളി മാത്രം ആചാരപരമായ വ്യത്യാസം കൊണ്ട് മാത്രം ലോകത്ത് ജീവിതത്തിൽ ഒന്നും നടക്കൂല. പള്ളിയിൽ പോകുന്ന മുസ്ലിമും അമ്പലത്തിൽ പോകുന്ന ഹിന്ദുവും ചർച്ചിൽ പോകുന്ന ക്രിസ്ത്യാനിയും 3 പേരും പൊതുജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് 3 പേരും അഴിമതിയും കച്ചവടത്തിൽ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുവാണെങ്കിൽ എന്താ അവസ്ഥ? ഇസ്ലാം മുസ്ലിമിനെ പഠിപ്പിച്ചത് ആരാധനകളുണ്ട്. ബാക്കി ജീവിതം മുഴുവനും അല്ലാഹുവിനുള്ള ആരാധനയുടെ ഭാഗമാകണം. അപ്പൊ കച്ചവടം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ കച്ചവടം അല്ലാഹുള്ള ഇബാദത്തായി മാറണം. എടോ, എല്ലാം സ്വതക്കയാണ്. നിന്റെ പുഞ്ചിരി സ്വതക്കയാണ്. പ്രേമ പരവശനായി നീ നിന്റെ ഇണയുടെ വായിൽ, ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുള പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചവർ റസൂലാണ് എങ്കിൽ, ഞാൻ എന്റെ ഭാര്യയുടെ വായിൽ പ്രേമത്തോടെ വെച്ചു കൊടുക്കുന്ന എന്റെ പ്രേമത്തിന്റെ ഒരു മുദ്ര, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം കിട്ടുന്ന ആത്മീയ കർമ്മമായി ചിത്രീകരിച്ചു എങ്കിൽ എന്താ സഹോദരങ്ങളെ ഇസ്ലാം? എന്താ ഇസ്ലാം? പട്ടിണിക്കിട്ടൊരു ജീവിയെ കൊന്നതിന്റെ പേരിൽ സ്വർഗം നിഷേധിച്ച ആരാധനകൾ നിർവഹിച്ച ഒരാളെ കുറിച്ച് പഠിപ്പിച്ചു എങ്കിൽ, അതദറൂനമൽ മുഫ്ലിസ്, പാപ്പരായി പോയവൻ ആരാണെന്ന് പറയുമ്പോൾ, ആരാധനകളുമായി പടച്ചതമ്പുരാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആളുകളെ ആക്ഷേപിച്ച, ശകാരിച്ച, അപഹസിച്ച, അവഹേളിച്ചു വിട്ട, സാമൂഹ്യ ബന്ധങ്ങളിൽ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കാത്ത ആളുകൾ പാപ്പരായി പോയി നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകന്റെ ആരാധനയെ പഠിക്കാൻ 3 ആളുകൾ ചെന്നില്ലേ? 3 ആളുകൾ ചെന്നിട്ട് പ്രവാചകന്റെ ഭാര്യയോട് ചോദിച്ചു, നബിയുടെ ആരാധനകൾ എങ്ങനെയാണ്? നബിയുടെ ആരാധന എങ്ങനെയാണ്? അപ്പൊ നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ആരാധനകൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ 3 ആളുകൾ വിചാരിച്ചു, നബിക്ക് അത്ര മതി, പക്ഷെ നമുക്കത്ര പോരാ. എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി എല്ലാ രാത്രിയും നമസ്കാരം, രാത്രി മുഴുവൻ നിസ്കാരം. വേറൊരാള് പറഞ്ഞു, ഞാൻ പകല് മുഴുവൻ നോമ്പനുഷ്ഠിക്കും. 3-ാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി ഭാര്യയുമായി ലൈംഗിക ജീവിതമില്ല, വിരക്തി. ഒരാള് നമ്മുടെ നാട്ടില് രാത്രി ഉറങ്ങാതെ നിസ്കാരമാണെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് എന്ത് പറയും സഹോദരങ്ങളെ? എന്ത് പറയും? ഒരാള് മുഴുവൻ നാളും നോമ്പാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 പേരെയും വിളിപ്പിച്ചു. അന്തുമുല്ലദീ ഖാല കദാ വകദാ,
നിങ്ങളാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളാണ് റസൂലെ അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഞാൻ നമസ്കരിക്കുന്നു, നമസ്കാരത്തിൽ നിന്ന് വിടുന്നു. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, നോമ്പ് മുറിക്കുന്നു. ഞാൻ ഭാര്യമാരുടെ അടുത്ത് പോകുന്നു, കുടുംബജീവിതം നയിക്കുന്നു. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെങ്കിലും എന്റെ ഈ സുന്നത്തിനെ, എന്റെ ഈ ചര്യയെ പിന്തുടരുന്നില്ല എങ്കിൽ, അമിതാരാധനയെ, അത്യാരാധനയെ, പുതിയ ആരാധനകളെ, ആത്മീയ വാണിഭങ്ങൾ കൊണ്ടുവന്നാൽ ഫലൈസ മിന്നി, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ബാലൻസ് തെറ്റി ആത്മീയ ജീവിതമൊന്നും ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ ബാലൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് നമസ്കരിക്കാൻ നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ദീർഘമായി ഓത്ത് ചുരുക്കിയിട്ട് നമസ്കാരം ചുരുക്കൂലേ? ജീവിതത്തിന്റെ മുമ്പിൽ ബാലൻസ് ചെയ്തൊരു ജീവിതം, അള്ളാഹുവോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, ഇതൊക്കെയും നിർവഹിച്ചുകൊണ്ട് ആ ബാധ്യതകൾ നിർവഹിക്കുന്ന ഒരു സന്തുലിതമായ ഇസ്ലാമിക ജീവിതത്തിന്റെ പേര്, ആ ഒരു സന്തുലിതമായ ഇസ്ലാമിനെ കുറിച്ച്, അത്തരമൊരു ഇസ്ലാമിന്റെ സമഗ്രതയെക്കുറിച്ച്, ആ സമ്പൂർണതയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. സഹോദരങ്ങളെ, ലോകം ഇങ്ങനെ കരാളതയിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിക സമൂഹം ലോകത്തിന്റെ ഉപ്പാണ്. എഴുന്നേറ്റ് നിന്നിട്ട് വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചിട്ട്, കലവറയില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച്, നാട്ടിലെ എമ്പാടും ആളുകളെ സ്നേഹിച്ചിട്ട്, അവരുടെ മുമ്പിൽ ധർമ്മത്തിന്റെ ഒരു ജീവിതത്തിന്റെ പുണ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇസ്ലാമിക സമൂഹം എഴുന്നേറ്റു നിൽക്കണം. ഈ നാട് നമുക്കറിയും, കൊടുങ്ങല്ലൂരിന്റെ തീരത്ത് വന്ന് അണഞ്ഞ ഒരു പൈക്കപ്പലുണ്ടായിരുന്നു. ആ പൈക്കപ്പലിൽ വെച്ച് നിന്ന് ഹജ്ജത്തുൽ വദാഇന്റെ പ്രവാചകന്റെ സന്ദേശവും ഏറ്റെടുത്ത് വന്ന സഹാബി വര്യന്മാരുണ്ടായിരുന്നു. അവരിറങ്ങി വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ ഹൈന്ദവ മനസ്സുണ്ടല്ലോ, അവരെങ്ങനെയാ സ്വീകരിച്ചത്? കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ കുരുത്തോല തൂക്കിയിട്ട് അവർ ഇസ്ലാമിനെ സ്വീകരിച്ചെടുത്തത് ഈ രാജ്യത്തിന്റെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഹൃദയത്തിലേക്കാണ് എങ്കിൽ, ഈ രാജ്യത്തിന്റെ മണ്ണിലേക്കും മനസ്സിലേക്കുമാണ് എങ്കിൽ, ഈ രാജ്യത്ത് വെറുപ്പിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും തമ്മിൽ തല്ലിന്റെയും വർത്തമാനം പറയുന്നവരുടെ അടുത്തു നിന്ന് മനുഷ്യനെ ചേർത്ത് നിർത്തി സ്നേഹത്തിന്റെ ശീലുകൾ പാടാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാവണം. അവർക്ക് മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ പടയങ്കി ജൂതന്റെ കൈവശം പണയം വെച്ചിരിക്കുകയായിരുന്നു എന്നൊരു പ്രവാചകനെ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചിരുന്നപ്പോൾ മുസ്ലിംകളല്ലാത്ത ആളുകളുടെ സഹായമുണ്ടായിരുന്നു എന്ന് അബൂ താലിബിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അറിയും. ഹിജ്റയുടെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരിൽ മുസ്ലിംകളല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നറിയണം. ഇസ്ലാം എന്നത് അമുസ്ലിംകളായ ആളുകളെ അകറ്റി നിർത്തി, മാറ്റി നിർത്തി, അന്യവൽക്കരിച്ചിട്ട് കുറച്ചാളുകൾ താഴേക്കും മുണ്ട് മുകളിലേക്കും ഇറങ്ങിയിട്ട് ആടുജീവിതം നയിക്കാൻ പോകുന്ന ഒരു തരം അരാഷ്ട്രീയവൽക്കരിക്കുന്ന കോപ്രായത്തിന്റെ പേരൊന്നും ഇസ്ലാം എന്നൊന്നുമല്ല. ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ സമാധാനത്തിന്റെ, ശാന്തിയുടെ, ഇസ്സത്തിന്റെ, ധാർമ്മികതയുടെ, അന്തസ്സിന്റെ, നേരിന്റെ, നിർവഴിയുടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മനുഷ്യന്റെ മുമ്പിൽ സമാധാനത്തിന്റെ ചൊവ്വായ വഴി കാണിച്ചു കൊടുക്കലാണ്. അത്തരം ഒരു വഴിയുടെ പ്രതിനിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അതിന്റെ നിർവഹണമാണ് രാജ്യത്തിന്റെ മനുഷ്യാവകാശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി, ഇല്ലായ്മക്കാരന് വേണ്ടി, വല്ലായ്മക്കാരന് വേണ്ടി, കെടുതികൾ അനുഭവിക്കുന്നവന് വേണ്ടി, ദുരിതം സഹിക്കുന്നവന് വേണ്ടി ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റിയ മുസ്ലിം യുവത, അത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ചങ്കുറപ്പിന്റെ പ്രവാചക പാരമ്പര്യത്തിന്റെ പേരാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം വരുന്ന ഫെബ്രുവരി 5-ാം തീയതി വഡോദരയിൽ വെച്ച് അതിന്റെ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഈ സന്തുലിതത്വത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ ഈ സമഗ്രതയെക്കുറിച്ച്, ഇസ്ലാമിന്റെ മനുഷ്യ വിമോചന മുഖത്തെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുവാൻ ഈ രാജ്യത്തെ, ഈ പ്രദേശത്തെ സഹോദരങ്ങളെ സ്നേഹപുരസ്സരം ഞങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ നേരായ വക്താക്കളായി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.